आपकी फेवरेट चीज क्या है खाने की? Rasam rice? रसम राइस. Yeah. Give it up for रसम राइस. Don't make fun. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സൗത്ത് ഇന്ത്യൻ ഡിഷായ രസമാണ്. ഇത് ദീപിക പതിപ്പോണിൻ്റെ ഫേവറേറ്റ് ആണെന്നാണ് നേരത്തെ പറഞ്ഞത്. നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ? അപ്പം ഈ പറയുന്നതേ സദ്യയിലെ ഒരു വിഭവമായ രസത്തെക്കുറിച്ചാണ്. സദ്യയിൽ രസം ഉപയോഗിക്കുന്നത് തന്നെ ബാക്കി ഭക്ഷണങ്ങൾ കഴിച്ചതിനെ തുടർന്നുള്ള വയർ സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ്. തടി കുറയ്ക്കാൻ സഹായിക്കുന്ന പല ചേരുവകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. സംസ്കൃതത്തിൽ രസ എന്നാൽ സത്ത് എന്നാണ് പറയുന്നത്. തമിഴ്നാട്ടുകാർ ഇതിൽ തുവരപ്പരിപ്പും ചേർക്കാറുണ്ട്. ഞാനിതിൽ തുവരപ്പരിപ്പ് ചേർക്കുന്നില്ല. ശരി, ഈ കണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്ത് മാറ്റിവെക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂണോളം കായപ്പൊടി ചേർക്കുക. കായപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ള അളവ് ഇത്രയും മതിയാവും. ഇനി വേണ്ടത് 1 സ്പൂൺ ഇഞ്ചി, 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കറിവേപ്പില, മല്ലിയില, തക്കാളി, 5 ചുവന്നുള്ളി എന്നിവയാണ്. ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിൽ 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. കടുക് പൊട്ടിച്ചെടുക്കുക. അതിനു കൂടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ആഡ് ചെയ്യുക. എണ്ണയിൽ നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് ഇതിനോടൊപ്പം ചുവന്നുള്ളിയും കൂടി ചതച്ചത് ചേർക്കുക. ചുവന്നുള്ളി ചേർത്ത് അതും കൂടി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഉപ്പും കൂടി ചേർക്കണം. എന്തിനാണെന്ന് വെച്ചാൽ തക്കാളി വേഗം തന്നെ നമുക്ക് വഴന്ന് കിട്ടാനാണ്. ഇനി തക്കാളിയും കൂടി വഴന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന പൊടികൾ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുക. അതിനുശേഷം എണ്ണയിൽ നന്നായി വറുക്കുക. പിന്നീട് വാളംപുളി പിഴിഞ്ഞ് ഒഴിക്കുക. അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ചൂടായി തിളകേറി വരുമ്പോൾ തീ കുറച്ച് വെച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുക. മല്ലിയില ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീ ഓഫ് ചെയ്തേക്കുക. ശേഷം മൂടി വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു.